ലോകത്തിൽ തന്നെ എന്തോരം പഴങ്ങളാണല്ലേ, വെറൈറ്റി പഴങ്ങൾ. നമ്മൾ ഒരിക്കലും കാണാത്ത പഴങ്ങളും അതുപോലെ കഴിക്കാത്ത പഴങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനും കുറേ ഐറ്റം പഴങ്ങൾ വെറൈറ്റി കണ്ടിട്ടുണ്ട്, വെറൈറ്റി പഴങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്, അതിനു മുന്നേ പല പഴങ്ങളും നമ്മൾ കഴിക്കുന്നത് കത്തി കൊണ്ടരിഞ്ഞിട്ടും അതുപോലെ മുന്തിരി പോലത്തെ ആയിട്ടാണെങ്കിൽ കൈകൊണ്ടും ഒക്കെ കഴിക്കുന്നതാണ്. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മെക്കഡാമിയ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ഇപ്പോൾ ഇത് ഡ്രൈ ഫ്രൂട്ടാണ് ആയിട്ടുള്ളത്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് കഴിക്കണമെങ്കിൽ ഈ ഒരു ചാവി വെച്ചിട്ടേ ഇത് തുറക്കാൻ പറ്റും. അപ്പോൾ താക്കോൽ പഴം അതാണ് ഇത്, കീ ഫ്രൂട്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യം എന്ന് പറഞ്ഞാൽ പച്ച കളറാണ് ഉണ്ടാവുക. പച്ച കളറ് മാറിയിട്ട് ഒരു ചെറിയൊരു കാപ്പിയും അല്ല പിങ്കും അല്ലാത്തൊരു കളർ വരും. ആ കളറാണ് പഴം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കളറ് വരുന്നതാണ് ഡ്രൈ ഫ്രൂട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് പഴങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് കൊണ്ടു തന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളാണ്. എൻ്റെ പെങ്ങൾ അബുദാബിയിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം കണ്ടിട്ട്, ഇതുവരെ കാണാത്ത ഐറ്റം അല്ലേ, അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കൊണ്ടു തന്നതാണ്. ഇത് നമ്മൾ മണപ്പിക്കൊന്നും വേണ്ട, കയ്യിൽ വെക്കുമ്പം തന്നെ ഇതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ ബട്ടർ മിൽക്കിൻ്റെ അതേ മണമാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഞാനിവിടെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാവി കൊണ്ട് തുറന്നിട്ട് ഇതൊന്ന് കഴിച്ച് കണ്ടാലോ. അടിപൊളി ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് കഴിക്കേണ്ട നമുക്ക് അകത്ത് പോയിട്ട് വിശാലമായിട്ട് കഴിക്കാം. അപ്പോൾ മെക്കഡാമിയ തുറക്കാനുള്ള പുറപ്പാടാണ്. നമുക്ക് തുറന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ചാവി ഇട്ടിട്ടുണ്ട്. ഇനിയാണ് ഒരു പരിപാടി. അമ്മച്ചി വാവ്, ഇതാ ഞാൻ തുറന്നത്ര ശരിയല്ല. ഇതാണ് മെക്കഡാമിയ നട്ട്. നല്ല സ്മെല്ല്, ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലുണ്ട്, അതുപോലെ പാലും പഞ്ചസാരയും ഇട്ടതിൻ്റെ സ്മെല്ലുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ, ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കാം. എൻ്റെ അമ്മോ, നല്ല ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാലിൽ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ്, അതുപോലെ നല്ല മധുരമുണ്ട്. നല്ല മധുരവും നല്ല ടേസ്റ്റ്, ശരിക്കും ബട്ടർ മിൽക്കിൻ്റെ അതേ ടേസ്റ്റ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തത് ശരിയായില്ല, ഇത് പകുതി ഇതിലായിപ്പോയി. ഒന്നും കൂടി ചെയ്ത് നോക്കാം. എന്ത് ടേസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോൾ. ഒന്നും കൂടി ചെയ്യുന്നുണ്ടേ. ഇതാ, അടിപൊളിയായി. എന്നിട്ടും കുറച്ച് ഇതിലുണ്ട്, കംപ്ലീറ്റ് കിട്ടിയില്ല. എന്തായാലും അടിപൊളി. എനിക്കൊന്ന് 2 എണ്ണം കഴിച്ച ഒരു ദിവസം വേറെ ഒന്നും കഴിക്കണ്ടെന്നാണ് തോന്നുന്നത്. അത്രയും സംഭവമാണ്. അപ്പോൾ കണ്ടില്ലേ, താക്കോലിട്ട് തുറക്കുന്ന മെക്കഡാമിയ. പേര് മറന്നു. ഈ കാണുന്നതിന് ഒരു ലൈനിട്ട് പോലെയുള്ള, നമ്മൾ കട്ട് ചെയ്ത് വെച്ച പോലത്തെ ഒരു ഹോളുണ്ട്. എല്ലാ ഭാഗവും ഇല്ല, കുറച്ച്. ആ പ്രകൃതിൻ്റെ ഒരു ഇത് നോക്കിയേ, തുറക്കാനായിട്ട് കുറച്ച് ലൈനിട്ട് വെച്ച പോലെ ഹോള്. അപ്പോൾ ഈ ഹോളിലാണ് ഈ താക്കോലിങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഏത് ഭാഗത്ത് തിരിച്ചാലും കുഴപ്പമില്ല. ഇതിപ്പം പകുതിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഓപ്പൺ ചെയ്ത് ശരിയല്ലാത്തതുകൊണ്ട് പകുതിയായിട്ടാണ്. എന്തായാലും നമുക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, പീസൊന്നും ആവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ വിചാരിച്ച് ഇതിൻ്റെ അകത്ത് ബാക്കി ഇവിടെ ഉണ്ട് എന്ന്. പക്ഷേ ഇത് അതിൻ്റെ ഒരു എന്താണ്, ആ ഫ്രൂട്ട്, ഈ നട്ട് നിന്നൊരു സംഭവമാണ്, അതിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ 3 എണ്ണം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ബാക്കി ഇവിടെ കിടക്കട്ടെ. ഇവൻ്റെ സ്വദേശം പറയുന്നത് ബ്രസീലാണെന്നാണ് പറയുന്നത്. ബ്രസീലിലുണ്ട്, അതുപോലെ ചൈന പോലുള്ള സ്ഥലത്തും ഉണ്ട്. എല്ലാവർക്കും ഈ ഒരു പഴത്തിനെ പറ്റി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബാക്കി ഞാൻ എന്തായാലും തുറക്കുന്നില്ല, കുറച്ച് ഇവർക്കൊക്കെ കഴിക്കാൻ വേണമല്ലോ.
അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം